ഇന്ന് വരെ ഇല്ലാത്തൊരു പ്രധാനമന്ത്രി. ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല. വർഗീയത അടുത്തുകൂടെ പോകാത്തൊരു പ്രധാനമന്ത്രി. എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും കണ്ടിട്ടില്ല. വർഗീയത അടുത്തുകൂടെ പോകാത്തൊരു പ്രധാനമന്ത്രി. തന്നെയാ വിളിക്കുന്നത്. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും പ്രതീകമായ പ്രധാനമന്ത്രി. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇപ്പോ കുറച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതൊക്കെ അതും ആദിവാസി കേന്ദ്രങ്ങളിൽ ഇതൊന്നും പഴയതുപോലെ അത്ര ഗൗരവമുള്ള കാര്യങ്ങളല്ല. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം ഈ പുണ്യഭൂമിയിലെ ജനങ്ങൾ മനസ്സിലാക്കും. നന്മയുടെ പ്രതീകമാണ് അദ്ദേഹം. പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവജന്മ സാഫല്യമാണ്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. ലോകം ബഹുമാനിക്കുന്നു. എന്നെയാ ഇന്ത്യ ഇതാ വൻ ശക്തിയായി ബഹുമാനിക്കാൻ പോകുന്നു. പാചകവാതക വിലയിൽ വൻ വർധന. പെട്രോള് തീർന്നതിന്റെയൊക്കെ വെള്ളം മുങ്ങിപ്പോടാ. കല്യാണം കഴിക്കുന്നതോടുകൂടിയാണ് ഒരാൾക്ക് അടിസ്ഥാനപരമായ സ്വാർത്ഥത വളരുന്നത്. അവനങ്ങനെ സ്ത്രീകളോട് അധികം ഇടപെടാത്തൊരു കൂട്ടത്തില്ല. നിത്യബ്രഹ്മചാരിയാണ്. ആ സ്വാർത്ഥത പോലും വേണ്ടാന്ന് വെച്ച വലിയൊരു മനുഷ്യൻ. ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. ലോകം അറിയും ഈ പുണ്യാത്മാവിനെ. ഇതിനൊന്നും പാസ്പോർട്ട് കൊടുക്കാറായില്ലേ കർത്താവേ? സർവശക്തൻ അറിഞ്ഞു കഴിഞ്ഞു. സർവശക്തൻ അദ്ദേഹത്തെ ഒഴിവാക്കില്ല. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. നമ്പീശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? കുറച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് അന്നും നടക്കണ്ട. നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. നന്മയുടെ പ്രതീകമാണ് അദ്ദേഹം. ചേട്ടാ അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കേ. എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട് ലോകം ബഹുമാനിക്കുന്നു. ഇന്ത്യ ഇതാ വൻ ശക്തിയായി ബഹുമാനിക്കാൻ പോകുന്നു. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ആ പ്രധാനമന്ത്രിയെ പീഡിപ്പിക്കുന്ന ഈ ശൈലി പ്രതിപക്ഷ നേതാക്കൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഭീഷണിയാണോ? ഭീഷണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാലം ഒറ്റപ്പെടുത്തുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ തന്നെയായിരിക്കും. നീയും നിന്റെ മുതലാളി ചെവിയിൽ നുള്ളിക്കോ. ദീനാമേ മോളെയും കൊണ്ട് ഒരു വടിയും കൊടിയും പിടിപ്പിച്ച് ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് പാസ് നടത്താൻ പോവാ. ഇന്ന് വരെ ഇല്ലാത്തൊരു പ്രധാനമന്ത്രി. നിന്ന് കഥ പറയേണ്ട എടുത്തോട്ട് പോടാ.